ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരുവേ നമഃ. നമോം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമദേ ഭക്തിവേദാന്ത സ്വാമിന്നിധി നാമിനെ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധർ ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. ഇന്നത്തെ ക്ലാസ്സിൽ ലൈവായിട്ട് വന്നവർക്കും ഇനി വരാനുള്ളവർക്കും എല്ലാവർക്കും സുസ്വാഗതം. ഇന്നലെ ചില കാരണങ്ങളുണ്ട്. കാരണമൊന്നുമില്ല. ഇവിടെ ബിൽഡിങ്ങിൽ ശരി ഞങ്ങളുടെ മൊത്തം മീറ്റർ എല്ലാം കത്തിപ്പോയി, കറണ്ടില്ലായിരുന്നു. അതുകൊണ്ട് ഇന്നലെ ക്ലാസ് എടുക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ ആ ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായിട്ട് നമ്മൾ ഗീതാ മഹാത്മ്യമായിരുന്നു ചർച്ച ചെയ്തത്, ഭഗവത്ഗീതയുടെ മഹാത്മ്യം. ഇനി നമ്മൾ 1-ാമത്തെ അധ്യായത്തിലേക്ക് കടക്കുകയാണ്. 1-ാമത്തെ അധ്യായത്തിൽ കടക്കുന്നതിന് മുമ്പായിട്ട് 2 കാര്യങ്ങൾ പറയാനുണ്ട്. അത് കഴിഞ്ഞ ക്ലാസ്സിൽ പറയേണ്ടതായിരുന്നു. പക്ഷേ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ രാമായണത്തിനെ കുറിച്ച് ചർച്ച ചെയ്തതിന്റെ പേരിൽ രാംനവമിയുടെ അവസരത്തിൽ രാമായണത്തിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടി ഒരു 15 മിനിറ്റ് എടുത്തതുകൊണ്ട് ഈ കാര്യങ്ങൾ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. അത് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാം. ഒന്നാമത് പറയാനുള്ളത്, ഭഗവത്ഗീതയെ ശ്രീ ശങ്കരാചാര്യര് അംബ എന്നാണ് വിളിക്കുന്നത്. എന്തുകൊണ്ട് അംബ എന്ന് വിളിക്കുന്നത്? അംബ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ, മാതാവ് തന്റെ കുട്ടിക്ക് ശാരീരികമായ, ആത്മീകമായ, ഇവൻ ഭൗതികമായ, മാനസികമായ പോഷണം കൊടുക്കുന്നുണ്ട്. ആ മുലപ്പാലിലെല്ലാം ഉണ്ട്. അതേപോലെ തന്നെ ആ കുട്ടിക്ക് എന്താവശ്യം വരുമ്പോഴും ഏത് വിഷമഘട്ടത്തിലും സംരക്ഷണം തീർക്കാൻ അമ്മയ്ക്ക് കഴിയും. അത് മാതാവിന് മാത്രം കഴിയുന്ന ഒരു പ്രത്യേക കലയാണ്. അതായത് തന്റെ കുട്ടിക്ക് വേണ്ടുന്ന പ്രൊട്ടക്ഷൻ, സംരക്ഷണം, അതിനോടൊപ്പം തന്നെ ആ കുട്ടിയുടെ മാനസികമായ, ശാരീരികമായ, ഭൗതികമായ, ആധ്യാത്മികമായ വളർച്ചയ്ക്കും ആ അമ്മ സഹായം ചെയ്യും. അതുപോലെയാണ് ഭഗവത്ഗീത. ഭഗവത്ഗീതയെ നമ്മളെ ആത്മീയമായി ഉയർത്തുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഏത് വിഷമഘട്ടത്തിലും നമ്മളെ ഭഗവത്ഗീതയ്ക്ക് സഹായിക്കാൻ കഴിയും. അതിന് നമ്മൾ വേണ്ടുന്ന ഒരു മാതാവിന് കൊടുക്കുന്ന സ്നേഹവും ബഹുമാനവും ഭഗവത്ഗീതയ്ക്ക് കൊടുക്കണം. ഭഗവത്ഗീത നമ്മൾ സ്വീകരിച്ചാൽ ഭഗവത്ഗീത നമ്മളെയും സ്വീകരിക്കും. രണ്ടാമത് പറയാനുള്ളത്, ആദ്യത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു, ഗീതാ മഹാത്മ്യം ശിവപാർവതിമാര് തമ്മിലുള്ള സംഭാഷണമാണ്. അത് പറഞ്ഞിരിക്കുന്നത് പത്മപുരാണത്തിലാണ്. അപ്പൊ ഇൻ ജനറലായിട്ട് ഗീതാ മഹാത്മ്യം പറയുന്നതിനോടൊപ്പം ഓരോ അധ്യായത്തിന്റെയും ഫലശ്രുതി പത്മപുരാണത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതാ ഓരോ അധ്യായം നമ്മൾ പറയുമ്പോഴും കേൾക്കുമ്പോഴും വായിക്കുമ്പോഴും നമുക്കുണ്ടാകുന്ന ആത്മീയമായ പ്രയോജനം എന്താണ്, അല്ല ഫലശ്രുതി എന്താണ്, നമുക്ക് അതിന് കിട്ടുന്ന ഫലം, അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ ഒരിക്കല് പാർവതി ഇങ്ങനെ ശിവനോട് ചോദിക്കുന്ന സമയത്ത് ശിവൻ പറഞ്ഞു, വൈകുണ്ഠത്തില് ഭഗവാൻ ഒരിക്കൽ ലക്ഷ്മി ദേവിയായിട്ടിരിക്കുമ്പോൾ ഭഗവാൻ ഇങ്ങനെ മന്ദഹസിച്ചിട്ട് പറഞ്ഞു, ആ സുശർമ്മയുടെ ഒരു സൗഭാഗ്യം നോക്കിക്കേ. അപ്പൊ ലക്ഷ്മി ദേവി ചോദിച്ചു, അതെന്താന്ന്? അപ്പോൾ ഭഗവാൻ ആ കഥ പറഞ്ഞു കൊടുക്കുകയാണ്. ആ കഥയാണ് ഇപ്പം ഞാൻ നിങ്ങളോട് പറയുന്നത്. അതായത് ആദ്യത്തെ അധ്യായം, നമ്മൾ ആദ്യത്തെ അധ്യായത്തോട്ട് കേൾക്കുന്നതിന് മുമ്പായിട്ട് ആദ്യത്തെ അധ്യായം വായിക്കുന്നതിന്റെയും കേൾക്കുന്നതിന്റെയും ഫലശ്രുതി നമ്മൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണല്ലോ. അതുകൊണ്ടാണ് പറയുന്നത്.
അപ്പൊ ഭഗവാൻ പറയുന്നത് ലക്ഷ്മിദേവിയോട്, സുശർമ്മ ഒരു ബ്രാഹ്മണനായിരുന്നു, പക്ഷെ ഒരുപാട് പാപകർമ്മങ്ങൾ ചെയ്തു. ബ്രാഹ്മണ ശരീരത്തിൽ കിട്ടിയിട്ടും പാപകർമ്മങ്ങൾ ചെയ്തതുകൊണ്ട് സർപ്പദംശം ഏറ്റു മരിക്കുകയാണ്. അപ്പൊ പാപത്തിന്റെ ഫലം കൊണ്ട് അദ്ദേഹത്തിന് നരകത്തിൽ പോകേണ്ടി വന്നു. ഈ നരകത്തിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ മനുഷ്യ ശരീരം കിട്ടുക എന്നുള്ളത് വളരെ ദുർലഭമാണ്. മനുഷ്യ ശരീരം കൊടുക്കാറില്ല. കൊടുത്താൽ അത്ര ബുദ്ധിമുട്ടുള്ള ശരീരമായിരിക്കും കൊടുക്കുന്നത്. വളരെ ബുദ്ധിമുട്ടായിരിക്കും മനുഷ്യ ശരീരം കിട്ടും. മൃഗങ്ങളുടെ ശരീരമായിരിക്കും നരകത്തിൽ നിന്ന് കിട്ടുന്നത്. ഈ സുശർമ്മയ്ക്ക് കിട്ടിയ ശരീരം ഒരു കാളയുടെ ശരീരമായിരുന്നു. ആ കാള ഒരു ഗ്രാമത്തിൽ ജനിച്ചു. പക്ഷെ ഭയങ്കരമായിട്ട് ജോലി ചെയ്യുമായിരുന്നു ആ കാള. അതുകൊണ്ട് തന്നെ ആ ഗ്രാമവാസികൾക്കെല്ലാം കാളയെ ഭയങ്കര ഇഷ്ടമായിരുന്നു കാളയെ. അങ്ങനെ ആ കാള വർഷങ്ങൾ കഴിഞ്ഞു, പ്രായമായി. അത് മരിക്കാൻ കിടന്നപ്പം ആ ഗ്രാമത്തിലെ മുഖ്യ പൂജാരി വന്ന് ജനങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു, ഈ കാള അതിന്റെ ജന്മം മുഴുവനും അതിന്റെ യജമാനു വേണ്ടി ആയിക്കോട്ടെ ശരിക്കും അധ്വാനിച്ച ഒരു കാളയാണ്. അതുകൊണ്ട് തന്നെ ഈ കാളയുടെ ഈ മരണവേളയിൽ നമ്മൾ എന്തെല്ലാം പുണ്യങ്ങൾ ആർജിച്ചിട്ടുണ്ടോ ആ പുണ്യങ്ങളെല്ലാം ഈ കാളയ്ക്ക് സമർപ്പിച്ചാൽ ഇതിനൊരു മനുഷ്യജന്മം ഇനിയും കിട്ടും. അതിന് ഓരോരുത്തരും വന്ന് ആ കാളയടുക്ക് വന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അങ്ങനെ ഗ്രാമവാസികൾ ഓരോരുത്തരും വന്ന് ആ കാളയടുക്ക് വന്ന് പ്രാർത്ഥിക്കുമായിരുന്നു ഭഗവാനോട്. കാളയോടല്ല, കാളയ്ക്ക് വേണ്ടി ഭഗവാനോട് പ്രാർത്ഥിക്കുമായിരുന്നു. ഞാൻ എൻ്റെ ഈ ജന്മത്തിൽ എന്തെങ്കിലും പുണ്യങ്ങൾ ആർജിച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് എന്തെങ്കിലും പുണ്യങ്ങൾ ലഭിച്ചിട്ടുണ്ടെങ്കിൽ, കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഈ കാളയുടെ ആത്മാവിന് വേണ്ടി ഞാൻ സമർപ്പിക്കുന്നു. അതുകൊണ്ട് ഈ കാളയ്ക്ക് ഒരു നല്ല ജന്മം കൊടുക്കണം. അങ്ങനെ കാള മരിച്ചു. കാളയുടെ ആത്മാവ് യമലോകത്ത് ചെന്നു. അപ്പൊ യമലോകത്ത് ചെന്നപ്പം അതിന് ഈ മൃഗങ്ങളുടെ യോനിയിൽ നിന്നും പിന്നെ പോകുമ്പോൾ നരകയാതനയൊന്നും കിട്ടത്തില്ല. കാരണം അതിന് കർമ്മഫലങ്ങളില്ല. കർമ്മഫലം അതായത് ഒരു സിംഹം ഒരു മാനിനെ കൊന്നു കഴിഞ്ഞാൽ അതിന് കർമ്മഫലമില്ല. കാരണം ആ കർമ്മഫലം അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ് അതിന് മൃഗയോനിൽ പോയത്. അതുകൊണ്ട് തന്നെ വീണ്ടും അതിന് കർമ്മഫലമില്ല. മനുഷ്യ ശരീരത്തിൽ മാത്രമേ കർമ്മഫലങ്ങളുടെ ഫലമുള്ളൂ, പാപകർമ്മങ്ങളുടെ. അപ്പൊ കാളയ്ക്കൊരു ബ്രാഹ്മണ ജന്മമാണ് കൊടുത്തത്. അപ്പൊ യമരാജാവ് ഈ കാളയോട് പറഞ്ഞു, അപ്പൊ കാള യമരാജനോട് ചോദിക്കേണ്ടത്, എന്ത് കർമ്മം ചെയ്തിട്ടാണ് എനിക്ക് വീണ്ടും ഒരു ബ്രാഹ്മണ കുലത്തിൽ ജനിക്കാൻ? ഇതൊക്കെ ബ്രാഹ്മണൻ എന്ന് പറയുമ്പോൾ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, അത് ജാതി സൂചിപ്പിക്കുന്നതല്ല. നമ്മൾക്ക് ഒരുപാട് തെറ്റിദ്ധാരണ. ബ്രാഹ്മണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആധ്യാത്മികമായി ഉയർന്ന ഏതൊരു വ്യക്തിയും ബ്രാഹ്മണനാണ്. ബ്രാഹ്മണന്റെ 9 ഗുണങ്ങൾ ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുണ്ട്. അത് ഏതൊരു വ്യക്തിയിലുണ്ട് അവരെല്ലാം ബ്രാഹ്മണരാണ്. തപോ സമധമ തപസൗജം ശാന്തിരാർജമേവജ ജ്ഞാനവിജ്ഞാനം ആസ്തിക്യം ബ്രഹ്മ കർമ്മ സ്വഭാവജ 18.42 പറയുന്നുണ്ട്. അതായത് ശാന്തി എന്ന് പറഞ്ഞാൽ അമ്പലത്തിൽ പൂജ ശാന്തി അല്ല, മനസ്സിന് ശാന്തി, ടോളറൻസ്, പിന്നെ പ്യൂരിറ്റി, ഓണസ്റ്റി, ജ്ഞാനം, വിജ്ഞാനം, ഇങ്ങനെ 9 ഘടകങ്ങളുണ്ട് ഒരു വ്യക്തിയിലുണ്ടെങ്കിൽ ആ വ്യക്തി ബ്രാഹ്മണനാണ്. ബ്രഹ്മജ്ഞാനം ലഭിച്ചവെന്നും അർത്ഥമുണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് എനിക്ക് വീണ്ടും ഒരു ബ്രാഹ്മണനായിട്ട് ജനിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം പറഞ്ഞു, ഈ ഗ്രാമത്തില് ഓരോരുത്തരും വന്ന് ഈ കാളയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു വേശ്യാസ്ത്രീ ഉണ്ടായിരുന്നു. ഈ വേശ്യാസ്ത്രീ പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ ആൾക്കാരെല്ലാം കൂടെ ചിരിച്ച് കളിയാക്കി, ഇവൾ എന്ത് പുണ്യമാണ്, ഇവൾ ജീവിതത്തിലെല്ലാം പാപങ്ങളല്ലേ ചെയ്തിട്ടുള്ളൂ, ഇവൾ എന്ത് പുണ്യം ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ആൾക്കാർ കളിയാക്കി ചിരിച്ചിരുന്നു. അപ്പൊ യമരാജ പറഞ്ഞു, ആ സ്ത്രീ ആർജിച്ച പുണ്യം നിനക്ക് കിട്ടിയതിന്റെ പേരിലും ആ സ്ത്രീയുടെ പ്രാർത്ഥന കൊണ്ടുമാണ് നിനക്ക് ബ്രാഹ്മണ ജന്മം വീണ്ടും കിട്ടുന്നത്, അല്ലാതെ ബാക്കിയുള്ളവർ പ്രാർത്ഥിച്ചതിനകത്ത് യാതൊരു പുണ്യവും ഇല്ലായിരുന്നു പറഞ്ഞു. അപ്പൊ ചോദിച്ചു, അതെന്ത് പുണ്യമാണ് അവർ ചെയ്തത്, എങ്ങനെയാണ് ചെയ്തതെന്ന് പറഞ്ഞു. ഉടനെ പറഞ്ഞു, നീ ബ്രാഹ്മണ കുലത്തിൽ നീ ജനിക്കാൻ പോകുന്നത് വീണ്ടും അതേ ഗ്രാമത്തിലാണ്. അപ്പൊ നീ വളരുമ്പോൾ നിനക്കത് ഓർമ്മ കിട്ടും. അപ്പൊ നീ ചെന്ന് ആ സ്ത്രീയോട് ചോദിച്ചാൽ അവർ പറഞ്ഞു തരുമെന്ന് പറഞ്ഞു. അങ്ങനെ അതേ ഗ്രാമത്തിൽ ഒരു ബ്രാഹ്മണ കുട്ടിയായിട്ട് ഈ സുശർമ്മ ജനിച്ചു. സുശർമ്മ വലുതായി കഴിഞ്ഞ് ചെന്നപ്പം ആ സ്ത്രീയോട് ചെന്നിട്ട് ഈ വിവരങ്ങളൊക്കെ പറഞ്ഞ ഓർമ്മയുണ്ട്, ഈ ഗ്രാമത്തിൽ പണ്ടൊരു കാളയുണ്ടായിരുന്നു, ആ കാള മരിച്ചപ്പോൾ എല്ലാവരും ചെന്ന് പ്രാർത്ഥിച്ചു. ഒന്ന് ഈ സ്ത്രീ പറഞ്ഞു, എനിക്ക് ഓർമ്മയുണ്ടെന്ന് പറഞ്ഞു. ഞാനായിരുന്നത് ആ കാള, എനിക്ക് വീണ്ടും നിന്റെ പ്രാർത്ഥന കൊണ്ടാണ് എനിക്ക് വീണ്ടും ഒരു ബ്രാഹ്മണ മനുഷ്യജന്മം, അതും ബ്രാഹ്മണ കുലത്തിൽ ജനിക്കാൻ അവസരം കിട്ടിയത്. നീ എന്ത് പുണ്യമാണ് ശേഖരിച്ചത് എന്നോട് പറയാൻ പറഞ്ഞു. അപ്പൊ ഈ സ്ത്രീ പറഞ്ഞു, എനിക്കറിയില്ല, ഞാൻ അറിഞ്ഞുകൊണ്ട് ഒരു പുണ്യം ചെയ്തിട്ടില്ല, പക്ഷേ എൻ്റെ വീട്ടിലൊരു തത്തയുണ്ട്. ഈ തത്ത എന്നും എന്തൊക്കെയോ പറയുന്നുണ്ട്, അത് ഞാൻ എന്നും ഇരുന്ന് കേൾക്കും, എനിക്കത് കേൾക്കുന്ന വലിയ ഇഷ്ടമാണെന്ന് പറഞ്ഞു. ആ തത്ത വർത്താനം പറയുന്ന തത്തയാണ്, ബാ നമുക്ക് ആ തത്തയോട് ചോദിക്കാമെന്ന് പറഞ്ഞു. അപ്പൊ ഈ കുട്ടിയും കുട്ടി ഈ സ്ത്രീ ആ തത്ത എടുക്ക ചെന്ന് തത്തയോട് ചോദിക്കുന്നുണ്ട്, നീ എന്താണ് ഈ ചൊല്ലുന്നത്, എന്താണ് അതിന്റെ അർത്ഥം? അപ്പൊ തത്ത പറഞ്ഞു, കഴിഞ്ഞ ജന്മത്തിൽ ഞാനും ഒരു ബ്രാഹ്മണനായിരുന്നു, ഒരു മുനിയുടെ ശാപം കൊണ്ട് ഞാൻ തത്തയായിട്ട് ജനിച്ചു.
ഒരു വനത്തില് വേറൊരു മുനിയുടെ ആശ്രമത്തിനടുത്തായിരുന്നു എൻ്റെ കൂട്. ഈ ആശ്രമത്തിൽ എന്നും ഭഗവത്ഗീതയുടെ ആദ്യത്തെ ശ്ലോകങ്ങൾ പഠിക്കുന്നതും പഠിപ്പിക്കുന്നതും ഞാൻ കേട്ടു. പക്ഷെ ആദ്യത്തെ അധ്യായം ശ്ലോകമല്ല, ആദ്യത്തെ അധ്യായം പഠിക്കുന്നതും പഠിപ്പിക്കുന്നതും ഉറച്ചവർ ചൊല്ലുന്നതും കേട്ട് ഞാനത് കാണാൻ പഠിച്ചു. പക്ഷെ ആദ്യത്തെ അധ്യായം കേൾക്കാനുള്ള ഭാഗ്യം മാത്രമേ എനിക്കുണ്ടല്ലോ. അപ്പോഴത്തേക്ക് ഒരു വേട്ടക്കാരൻ വന്ന് എന്നെ പിടിച്ചു കൊണ്ടുവന്നു, മാർക്കറ്റിൽ കൊണ്ടുവന്ന് വിറ്റു. ഈ സ്ത്രീ എന്നെ വാങ്ങിക്കൊണ്ടുവന്നു. എന്നും ആ ആദ്യത്തെ അധ്യായത്തിലെ ശ്ലോകങ്ങളാണ് ഞാൻ ചൊല്ലുന്നത്. ഒരു ആദ്യത്തെ അധ്യായത്തിൽ ഭഗവത്ഗീത ആദ്യത്തെ അധ്യായത്തിലെ ശ്ലോകങ്ങൾ ചൊല്ലുന്നത് കേട്ട ഈ സ്ത്രീയുടെ പുണ്യം കൊണ്ട് ഒരു കാളയ്ക്ക് മനുഷ്യജന്മം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യത്തെ അധ്യായം വായിക്കുകയും ശ്രവിക്കുകയും കേൾക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മളുടെ പുണ്യം ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഇപ്പൊ ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ എനിക്ക് പറയേണ്ടതായിരുന്നു. ഭഗവത്ഗീതയുടെ സംബന്ധിച്ചിടത്തോളം ഇത്ര അറിഞ്ഞിരിക്കേണ്ട ആവശ്യമാണ്. ഇപ്പൊ 2 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഭഗവത്ഗീത ഒരു അമ്മയായിട്ട് ശങ്കരാചാര്യ ഉപയോഗിച്ചിട്ട് അതെന്താണെന്ന് പറഞ്ഞു. ആദ്യത്തെ അധ്യായത്തിന്റെ ഫലശ്രുതിയും പറഞ്ഞു. ഭഗവത്ഗീത നമ്മുടെ ആചാര്യന്മാർ ഒരു പ്രേമലേഖനമായിട്ടാണ് പറയുന്നത്, ഒരു ലവ് ലെറ്റർ. കൃഷ്ണൻ അർജുനന് വേണ്ടി മാത്രം എഴുതിയ ലവ് ലെറ്റർ അല്ല, കൃഷ്ണൻ നമ്മൾക്ക് ഓരോരുത്തർക്ക് എഴുതിയ പ്രേമലേഖനമാണ്. ഭഗവത്ഗീതയുടെ 700 ശ്ലോകങ്ങളിൽ 541 ശ്ലോകങ്ങൾ ഭഗവാൻ വർണ്ണിക്കുന്നത് നമ്മൾക്ക് വേണ്ടി ഭഗവാൻ എഴുതുന്ന പ്രേമലേഖനമാണ്. നമ്മളോടുള്ള സ്നേഹം കൊണ്ട്, നമ്മളുടെ പ്രേമം കൊണ്ട്, നമ്മളുടെ കാരുണ്യം കൊണ്ട് ഈ ഭൗതിക ലോകത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ കണ്ട് സഹിക്കാൻ പറ്റാത്ത ആത്മീയ ലോകത്തിൽ നമ്മളെ ഉയർത്താൻ വേണ്ടി ഭഗവാൻ നമ്മൾക്ക് വേണ്ടി തരുന്ന ആത്മീയ ഉപദേശം ഒരു പ്രേമലേഖനമായിട്ടാണ് ഉപദേശിച്ചിരിക്കുന്നത്. ഇപ്പൊ ആദ്യത്തെ അധ്യായത്തിലേക്ക് നമ്മൾ കടക്കുന്നതിന് മുമ്പ് 2 കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. 18 അധ്യായത്തിലായിട്ട് 700 ശ്ലോകങ്ങളുണ്ട്. ആദ്യത്തെ അധ്യായത്തിൽ 46 ശ്ലോകമാണ്. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞായിരുന്നു ആദ്യത്തെ ശ്ലോകം പറയുന്നത് ധൃതരാഷ്ട്രമാണ്. ധൃതരാഷ്ട്രം ഒരു ശ്ലോകം വരുന്നുള്ളൂ, അതാണ് ആദ്യത്തെ ശ്ലോകം. ഭഗവത്ഗീത വേറൊരു രഹസ്യമുണ്ട്. ഭഗവത്ഗീത നമ്മളൊരു സാൻഡ്വിച്ചായിട്ട് ഉപമിക്കാം. സാൻഡ്വിച്ചിന്റെ പ്രത്യേകത എന്താണ്? സാൻഡ്വിച്ച് ഉണ്ടാക്കുന്നത് ബ്രെഡ് കൊണ്ടാണ്. പക്ഷേ ബ്രെഡിന്റെ പേര് ഒരിക്കലും വരത്തില്ല. വെജിറ്റബിൾ സാൻഡ്വിച്ച്, ടൊമാറ്റോ സാൻഡ്വിച്ച്, ബ്രെഡിന്റെ പേര് അതിനകത്ത് വരത്തില്ല. അതേപോലെ ഭഗവത്ഗീതയെ നമുക്ക് 18 അധ്യായത്തെ 3ആയിട്ട് തിരിക്കാം. ആദ്യത്തെ 6 അധ്യായം, പിന്നീടുള്ള 6 അധ്യായം, പിന്നീടുള്ള 6 അധ്യായം. 1 മുതൽ 6 വരെ, 7 മുതൽ 12 വരെ, 13 മുതൽ 18 വരെ. അതിൽ ഏറ്റവും അതീവ രഹസ്യമായ ഉപദേശങ്ങൾ ഭഗവാൻ 7 മുതൽ 12 വരെയുള്ള അധ്യായത്തിലാണ് എഴുതിയിരിക്കുന്നത്. നമുക്ക് 7ാമത്തെ അധ്യായത്തിലോട്ട് പോകുമ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്യാം. പിന്നത്തെ ഏറ്റവും വലിയ രസം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ അധ്യായത്തിലെ ആദ്യത്തെ ശ്ലോകത്തിലെ ആദ്യത്തെ വരി ധാന്നാണ്. ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ. അതുപോലെ അവസാനത്തെ അധ്യായത്തിലെ അവസാനത്തെ ശ്ലോകത്തിലെ അവസാനത്തെ അക്ഷരം മായാണ്. ഇതിൽ മതിർ മമ, മതി മമ, മാ മാ. അപ്പൊ ആദ്യ ധ 2 മാ. അതായത് ധർമ്മത്തിന്റെ ഗ്രന്ഥമാണ് ഭഗവത്ഗീത. ധായും മായും. ഇതിനകത്ത് ഉള്ളിലുള്ളതെല്ലാം, ധായുടെയും മായുടെയും ഉള്ളിലുള്ളതെല്ലാം ധർമ്മമാണ്, ആത്മീയമാണ്. അപ്പൊ അത് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പൊ ആദ്യത്തെ ശ്ലോകം ധൃതരാഷ്ട്ര പറയുന്നത്, ധൃതരാഷ്ട്ര ഉവാച. ആദ്യത്തെ ശ്ലോകം ഭഗവത്ഗീത ഉള്ളവർ, ഇനി അടുത്ത ക്ലാസ് മുതൽ ഭഗവത്ഗീത ഉള്ളവർ ഭഗവത്ഗീത എടുത്ത് വെച്ചുകൊണ്ടിരിക്കുക. ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേദ യുത്സവ മാമക പാണ്ഡവ ചൈവ കിം അകുർവത സഞ്ജയ. ഇത് സഞ്ജയ് എന്ന് പറയുന്നത് ധൃതരാഷ്ട്രയുടെ എല്ലാമാണ്. പേഴ്സണൽ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ, നിങ്ങൾ തേരാളി എന്ന് പറഞ്ഞാൽ, നിങ്ങൾ പി എന്ന് പറഞ്ഞാൽ, എന്ത് പറഞ്ഞാലും, അതായത് ധൃതരാഷ്ട്ര അന്ധനാണെങ്കിൽ സഞ്ജയനിലൂടെയാണ് ധൃതരാഷ്ട്ര ഈ ലോകത്തെ കണ്ടിരുന്നത്. ധൃതരാഷ്ട്രയുടെ ശരീരത്തിൽ ഓരോ ചലനങ്ങളും അദ്ദേഹം എന്താണ് ആഗ്രഹിക്കുന്നത്, എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത്, ഇത് സഞ്ജയന് മനസ്സിലാവും. എന്താണ് ധൃതരാഷ്ട്ര പറയാൻ ആഗ്രഹിക്കുന്നത്, എന്താണ് ധൃതരാഷ്ട്രക്ക് വേണ്ടത്, അത് സഞ്ജയന് മനസ്സിലാവും. വർഷങ്ങളായിട്ട് സഞ്ജയൻ ധൃതരാഷ്ട്ര ഒട്ടിയിരിക്കുന്ന വ്യക്തിയാണ്. ആ സഞ്ജയനോടാണ് ധൃതരാഷ്ട്ര ചോദിക്കുന്നത്, ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ, ധർമ്മക്ഷേത്രമാകുന്ന കുരുക്ഷേത്രത്തിൽ സമവേദ ഒന്നിച്ചിരിക്കുന്ന യുത്സവ യുദ്ധത്തിന് വേണ്ടി മാമക എന്റെയും പാണ്ഡവന്റെയും പുത്രന്മാർ കിം അകുർവത എന്ത് ചെയ്തു സഞ്ജയ ഹേ. ഇതെന്തുകൊണ്ടാണ് സഞ്ജയനോട് ചോദിക്കുന്നത്? ഇവര് ധൃതരാഷ്ട്രം എവിടെ ഇരിക്കുന്ന ഹസ്തനാപുരത്ത്, യുദ്ധം നടക്കുന്ന ഇവിടെ കുരുക്ഷേത്രത്തില്. ഇത് തമ്മിൽ ട്രെയിനിൽ ഇന്ന് 2 മണിക്കൂറിന്റെ യാത്രയുണ്ട്. അപ്പൊ കുരുക്ഷേത്രത്തിൽ നടക്കുന്ന യുദ്ധത്തിനെ കുറിച്ച് ധൃതരാഷ്ട്ര സഞ്ജയനോട് എന്തുകൊണ്ടാണ് ചോദിക്കുന്നത്? ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ, ധർമ്മക്ഷേത്രമാകുന്ന കുരുക്ഷേത്രത്തിൽ
യുദ്ധത്തിനായി ഒരുങ്ങി നിൽക്കുന്ന എന്റെ പുത്രന്മാരും പാണ്ഡുപുത്രന്മാരും കിം അകുർവത സഞ്ജയ സഞ്ജയ അവരെന്ത് ചെയ്തു. നോക്ക്, ഇവിടെ ഏറ്റവും നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം എന്ത് ചെയ്തു എന്നാണ് ചോദിക്കുന്നത്. അത് കഴിഞ്ഞില്ലോ, എന്ത് ചെയ്യാൻ പോകുന്നു. അവ യുദ്ധത്തിന് ഒരുങ്ങി നിൽക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ പോകുന്നു എന്ന് ചോദിക്കണം, അല്ലെ? അല്ലെങ്കിൽ ഫ്യൂച്ചറായിട്ട് എന്ത് ചെയ്യും എന്ന് ചോദിക്കണം. എന്താ ചെയ്യാൻ പോകുന്നു, അല്ലെ എന്ത് ചെയ്യും. ഇവിടെ ചോദിക്കുന്നത് എന്ത് ചെയ്തു, കിം അകുർവത സഞ്ജയ് എന്ത് ചെയ്തു എന്നാണ് ചോദിക്കുന്നത്. അപ്പം യുദ്ധം തുടങ്ങിക്കഴിഞ്ഞു. ഈ സംഭവം നടക്കുന്നത് യുദ്ധത്തിന്റെ, അതായത് ധൃതരാഷ്ട്ര ഈ ചോദ്യം സഞ്ജയനോട് ചോദിക്കുന്നത് യുദ്ധത്തിന്റെ 10ാമത്തെ ദിവസമാണ്. അതായത് യുദ്ധത്തിന്റെ 10ാമത്തെ ദിവസം ഭീഷ്മ പിതാമഹർ ശരശയ്യൽ വീണതിന് ശേഷം ഈ വൃത്താന്തം പറയാൻ വേണ്ടി കുരുക്ഷേത്രത്തിൽ സഞ്ജയൻ ധൃതരാഷ്ട്രടുക്കൽ വരികയാണ്. ഇതിനു മുമ്പായിട്ട് ധൃതരാഷ്ട്രക്കല്ല സഞ്ജയന് വ്യാസഭഗവാൻ തന്റെ 2 ദിവ്യ നേത്രങ്ങൾ, വ്യാസഭഗവാന്റെ അല്ല, 2 ദിവ്യ നേത്രങ്ങൾ സഞ്ജയന് സമ്മാനിച്ചു. അതുകൊണ്ട് തന്നെ യുദ്ധത്തിൽ എവിടെ എന്ത് നടക്കുന്നു ദിവ്യ ദൃഷ്ടി കൊണ്ട് സഞ്ജയന് അറിയാൻ കഴിയുമായിരുന്നു. കാരണം വ്യാസഭഗവാനും അറിയായിരുന്നു മാനവരാശിക്ക് ഭഗവത്ഗീത കിട്ടുന്നത് സഞ്ജയനിലൂടെയാണെന്ന്. വ്യാസഭഗവാൻ മഹാഭാരതത്തിൽ എഴുതി വെച്ചിരിക്കുന്ന ഭഗവത്ഗീത നമ്മൾക്ക് കിട്ടുന്നത് സഞ്ജയനിലൂടെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ സഞ്ജയന് ദിവ്യ നേത്രങ്ങൾ കൊടുത്താൽ സഞ്ജയൻ ഇതെല്ലാം അറിയാം. 10ാമത്തെ ദിവസം യുദ്ധക്കളത്തിൽ നിന്നും ഹസ്തിനാപുരത്ത് എത്തിയ സഞ്ജയനോട് ധൃതരാഷ്ട്രൻ ചോദിക്കുകയാണ്, കിം അകുർവത സഞ്ജയ, ആര്? മാമക പാണ്ഡാചയ. അപ്പൊ ഈ ശ്ലോകം കേൾക്കുമ്പോൾ, അതായത് യുദ്ധത്തിനായി ഒരുങ്ങി ധർമ്മക്ഷേത്രമാകുന്ന കുരുക്ഷേത്രത്തിൽ യുദ്ധത്തിനായി ഒരുങ്ങി നിൽക്കുന്ന എന്റെ പുത്രന്മാരും പാണ്ഡുപുത്രന്മാരും എന്ത് ചെയ്തു സഞ്ജയൻ നിൽക്കുന്ന ഒരു എക്സ്ട്രാ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കാൻ നമ്മൾ നോക്കുമ്പോൾ കാണുന്നുണ്ടോ? ഇല്ല. പക്ഷെ ഈ ശ്ലോകത്തിൽ ഒരുപാട് ഗൂഢ അർത്ഥങ്ങൾ നമ്മുടെ ആചാര്യന്മാര് പറയുന്നുണ്ട്. ആദ്യമായിട്ട് കുരുക്ഷേത്ര ഭൂമിയെ അധർമ്മിയായ ധൃതരാഷ്ട്ര അധർമ്മി എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണ്? അധർമ്മത്തിന് കൂട്ടുന്ന വ്യക്തിയാണ്. അതായത് പാണ്ഡവര് മരിച്ചു കഴിഞ്ഞപ്പോൾ പാണ്ഡു രാജാവായിരുന്നു. പാണ്ഡു എന്തുകൊണ്ടാണ് രാജാവായത്? മൂത്ത ധൃതരാഷ്ട്രമായിരുന്നെങ്കിലും മനുസംഹിതയിലും മനുസ്മൃതിയിലായാലും മറ്റു നമ്മളുടെ ഗ്രന്ഥങ്ങളിലും അന്ധന് രാജാവാകാനുള്ള അവകാശമില്ല. ധൃതരാഷ്ട്ര ജന്മന അന്ധനായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഇളയവന പാണ്ഡുവിനെയായിരുന്നു രാജാവാക്കിയത്. അപ്പൊ പാണ്ഡുവിന് അറിയായിരുന്നു തന്റെ സഹോദരന് ഈ രാജസിംഹാസനത്തിൽ ഇരിക്കാൻ അത്യന്തമായ ഒരു ആഗ്രഹമുണ്ടെന്ന്. അതുകൊണ്ട് തന്നെ ധൃതരാഷ്ട്രം അവിടെ ഇരുന്നിട്ട് പാണ്ഡു മൊത്തം ഇങ്ങനെ കറങ്ങി നടക്കുമായിരുന്നു. കറങ്ങി നടക്കുന്ന പറഞ്ഞാൽ ചുമ്മാ കറങ്ങിടക്കല്ല, രാജ്യത്തെ ക്ഷേമങ്ങൾ അന്വേഷിക്കാനും യുദ്ധത്തിന് പോകുന്നതും ബാക്കിയെല്ലാം പാണ്ഡുവായിരുന്നു. അതുകൊണ്ട് പക്ഷെ പാണ്ഡുവായിരുന്നു അവിടെ ഇരുന്നെങ്കിൽ പാണ്ഡുവിന്റെ മരണശേഷം യുധിഷ്ഠിർക്ക് സിംഹാസനം കിട്ടണമായിരുന്നു. അല്ലെങ്കിൽ തന്നെയും ഈ കൗരവരിലും പാണ്ഡവരിലും വെച്ചിട്ട് ഏറ്റവും മൂത്ത സന്തതിക്കാണ് രാജ്യസിംഹാസനം കിട്ടേണ്ടതെങ്കിലും യുധിഷ്ഠിർക്കാണ് കിട്ടേണ്ടത്. പക്ഷെ അത് പിന്നെ പുത്രസ്നേഹം കൊണ്ട് ദുര്യോധന പോയി, അത് വലിയ വേറൊരു കഥയാണ്. നമ്മൾ മഹാഭാരതം കഥയല്ല ഇപ്പൊ ചർച്ച ചെയ്യുന്നത്, ഗീതയാണ്. ഞാൻ ഒരു ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ ഇവിടെ ധൃതരാഷ്ട്രം എന്നുള്ള വാക്കിന്റെ അർത്ഥം, ധൃത എന്ന് പറഞ്ഞാൽ മുറുകെ പിടിക്കുന്നത് തന്നെയാണ് ധൃത എന്ന് പറഞ്ഞത്. ധൃത രാഷ്ട്രം എന്ന് പറഞ്ഞാൽ സമ്പത്ത്, രാജ്യം, ഇങ്ങനെയുള്ള. ഇപ്പൊ രാജ്യത്തിനെ സമ്പത്തിനെ മുറുകെ പിടിക്കുന്നവനാണ് ധൃതരാഷ്ട്രം. അതുകൊണ്ട് തന്നെ ഈ ചോദ്യത്തില് എന്റെ പുത്രന്മാരും എന്റെ അനിയന്റെ പുത്രന്മാരും എന്നല്ല പറഞ്ഞിരിക്കുന്നത്, എന്റെ പുത്രനും പാണ്ഡുവിന്റെ പുത്രനും. അതായത് ഈ വംശ പരമ്പരയിൽ നിന്നും പാണ്ഡുവിനെയും പാണ്ഡുവിന്റെ പുത്രന്മാരെയും പ്രത്യേകമാക്കിയിട്ടാണ് ധൃതരാഷ്ട്ര കാണുന്നത്. പറഞ്ഞു മനസ്സിലാക്കണം. അടുത്ത അവകാശം നിശ്ചയിക്കുന്നത് വംശപരമ്പരയിൽ നിശ്ചയിക്കുന്നത് ആരെയാണ്? പാണ്ഡുവിന്റെ പുത്രനായ യുധിഷ്ഠിരയാണ്. 2 കാരണങ്ങൾ കൊണ്ടായിരുന്നു. കാരണം പാണ്ഡുവായിരുന്നു രാജാവ്, ധൃതരാഷ്ട്ര ചുമ്മാ ഇവിടെ ഇരുത്തിയിരിക്കുകയായിരുന്നു. പാണ്ഡുവിന്റെ മരണശേഷം പുള്ളി തന്നെ ഇരുന്നു. അങ്ങനെ നിയമപ്രകാരം ഇരിക്കാൻ പാടില്ല. പക്ഷെ യുധിഷ്ഠിരും ബാക്കി സന്തതികളും ചെറുതായതിന്റെ പേരിൽ, പ്രായത്തിൽ ചെറുതായതിന്റെ പേരിൽ ധൃതരാഷ്ട്ര തന്നെ കണ്ടിന്യൂ ചെയ്തു. അപ്പൊ പാണ്ഡു ആയിരുന്നു എങ്കിൽ അടുത്ത സിംഹാസനം കിട്ടേണ്ടത് യുധിഷ്ഠിർക്കായിരുന്നു. കൂടാതെ ഈ 100 കൗരവരിലും 5 പാണ്ഡവരിലും 105 പേരിലെ ഏറ്റവും മൂത്തത് യുധിഷ്ഠിരായതുകൊണ്ടും യുധിഷ്ഠിർക്കായിരുന്നു ആ സിംഹാസനം കിട്ടേണ്ടത്. പക്ഷെ പുത്രസ്നേഹം, അമിതമായ പുത്രസ്നേഹം കൊണ്ടും ആ രാജസിംഹാസനത്തിലുള്ള അറ്റാച്ച്മെന്റ് കൊണ്ടും, നോക്ക ഇതൊരു വലിയ തത്വമാണ്. പിന്നെ കൈകേയിയോട് മന്ധര പറയുമ്പം, അതായത് രാമനെ അഭിഷേകം ചെയ്യുകയാണ്, രാമൻ നാളെ രാജാവാണെന്ന് പറയുമ്പം കൈകേയി തന്റെ മാല ഊരിയിട്ട് മന്ധരയ്ക്ക് കൊടുക്കുകയാണ്. അത്ര സന്തോഷമായിരുന്നു രാമൻ. പിന്നെ കൈകേയി പറഞ്ഞു, നീ വിചാരിക്കുന്ന എന്തുവാണ്? രാമൻ രാജാവായി കഴിഞ്ഞാൽ ഭരതൻ അവന്റെ സേവകനാകണം.
കൈവയ്ക്കുന്ന അതിന് തെറ്റെന്താ? ഇന്നും ഭരതൻ രാമന്റെ സേവകനാണ്. അപ്പൊ അവിടെയും പണി നടക്കുന്നില്ല പറഞ്ഞപ്പോ അടുത്ത പണി എന്തോ പറഞ്ഞത്, പണി കൊടുത്തത്, രാമൻ രാജാവായാൽ കൗസല്യ മഹാറാണിയാകും, നീ കൗസല്യയുടെ സേവികയാകേണ്ടി വരും. അതേപോലെ ഇവിടെ ധൃതരാഷ്ട്രർക്ക് ഭയം, അതായത് യുധിഷ്ഠിർ രാജസിംഹാസനത്തിൽ കയറിക്കഴിഞ്ഞാൽ എന്റെ ഗതി എന്തായിരിക്കും? അതുകൊണ്ടാണ് ഈ വംശപരമ്പരയിൽ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ട് മാമക പാണ്ഡവ ചൈവ, അതായത് എന്റെയും പാണ്ഡുപുത്രന്മാരും എന്റെ പുത്രന്മാരും പാണ്ഡുപുത്രന്മാരും. അപ്പൊ ഈ വംശപരമ്പരയിൽ നിന്ന് പാണ്ഡുപുത്രന്മാരെ സെപ്പറേറ്റ് ചെയ്യും. അതാണ് ഏറ്റവും പ്രധാനം. രണ്ടാമത് ഞാൻ ആദ്യം പറഞ്ഞ അധർമ്മിയായി ധൃതരാഷ്ട്രർ, അത് ഭഗവത്ഗീതയുടെ ഏറ്റവും രസകരമായ വസ്തു, ഇത്രയും മഹത്തായ ഗ്രന്ഥം ആരംഭിക്കുന്ന വില്ലനിൽ നിന്നാണ്. മൊത്തം മഹാഭാരതത്തിന്റെ വില്ലൻ ധൃതരാഷ്ട്രമാണ്. അപ്പൊ ധൃതരാഷ്ട്രരിൽ നിന്നും ആരംഭിക്കുന്ന ഈ ഭഗവത്ഗീതയില് അധർമ്മിയായ ധൃതരാഷ്ട്രർ കുരുക്ഷേത്രഭൂമിയെ ധർമ്മക്ഷേത്രം എന്ന് എന്തുകൊണ്ട് വിളിക്കുന്നത്? എന്താ കാരണം? ധർമ്മക്ഷേത്രം, അതിന് ഒരുപാട് കാരണങ്ങൾ നമ്മുടെ ആചാര്യന്മാർ പറഞ്ഞു. ഒന്നിന്റെ കാര്യങ്ങൾ പറയാം. ഒന്ന്, എല്ലാ ആത്മീയ ഗ്രന്ഥങ്ങളിലും ഈ കുരുക്ഷേത്രഭൂമിയെ ധർമ്മഭൂമിയായിട്ടാണ് കാണുന്നത്. കുരുക്ഷേത്രം എന്ന പേര് വരാൻ കാരണം ഈ വംശാവലിൽ ഒരു രാജാവായിരുന്നു കുരു. ഇവരുടെ 5-6 തലമുറയ്ക്ക് മുമ്പുള്ളതാണ് കുരു എന്നാണ് പേര്. നമ്മളൊക്കെ കുരു എന്ന് പറഞ്ഞാൽ കുരു. അപ്പൊ കുരു ഒരു വലിയ യജ്ഞ തപസ് ചെയ്തു ഈ ഭൂമിയിൽ ചെന്നിട്ട് വിഷ്ണുവിനെ പ്രീതിപ്പെടുത്താൻ. എന്നിട്ട് തപസ് ചെയ്ത് വിഷ്ണു പ്രത്യക്ഷപ്പെടാതായിരുന്നപ്പം ഓരോ അവയവങ്ങളും കട്ട് ചെയ്ത് അഗ്നിയിൽ ഹോമിച്ചു. ഹോമിക്കുന്ന സമയത്ത് വിഷ്ണു പ്രത്യക്ഷപ്പെട്ട് ചോദിച്ചു, എന്താ നിനക്ക് വരം വേണ്ടതെന്ന് ചോദിച്ചു. പറഞ്ഞു, ഈ ഭൂമി ധർമ്മഭൂമിയായിട്ട് മാറണം, ഇവിടെ ധർമ്മം മാത്രമേ നടക്കാവുള്ളൂ, ഈ ഭൂമിയിൽ ജനിക്കുന്ന വ്യക്തികളെല്ലാം സദ്ഗതി കിട്ടണം. അങ്ങനെ കുറെ വരങ്ങൾ ആവശ്യപ്പെട്ടു. ഭഗവാൻ അത് കൊടുത്തു. അങ്ങനെയാണ് അതിന് കുരുക്ഷേത്രം എന്ന് പേര് വന്നത്. ക്ഷേത്രം എന്ന് പറഞ്ഞാൽ സ്ഥലം എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പൊ കുരുക്ഷേത്രം എന്ന കുരു രാജാവിന്റെ കൃപ കൊണ്ട് കിട്ടിയ സ്ഥലം. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട് അവിടെ ധർമ്മക്ഷേത്രം എന്ന് വിളിക്കാൻ. അപ്പൊ ഇവിടെ ആദ്യത്തെ ശ്ലോകത്തില് ധൃതരാഷ്ട്ര പറയുന്നത് ധർമ്മക്ഷേത്ര കുരുക്ഷേത്ര സമവേദ യുത്സവ മാമക പാണ്ഡവ ചൈവ കിം അകുർവത സഞ്ജയ. അതുപോലെ തന്നെ ആദ്യത്തെ അദ്ദേഹത്തിന്റെ പേര്, ഈ ഓരോ അധ്യായത്തിന്റെ പേരിട്ടിരിക്കുന്നത്, അതായത് ഭഗവാൻ ഭഗവത്ഗീത ഉപദേശിക്കുമ്പം ഒരു അധ്യായം പറഞ്ഞിട്ട് അർജുനോട് പറയാം, അർജുന ആദ്യത്തെ അധ്യായം കഴിഞ്ഞു 2ാമത്തെ അധ്യായം തുടങ്ങാൻ പോവാണ്, 2 കഴിഞ്ഞ് 3, അങ്ങനെ പറഞ്ഞിട്ടില്ല. ഭഗവാൻ കണ്ടിന്യൂ ഇങ്ങനെ പറഞ്ഞു പോവാണ്. ഇതിന് ശങ്കരാചാര്യരാണ് പേര് കൊടുത്തത്. അധ്യായം തിരിച്ചത് വ്യാസഭഗവാൻ മഹാഭാരതം രചിച്ചപ്പോൾ ഓരോ അധ്യായവും അതിന്റെ സന്ദർഭം അനുസരിച്ചും വിഷയം അനുസരിച്ചും അത് ഓരോ അധ്യായമായിട്ട് 18 അധ്യായമാക്കി. ഈ അധ്യായത്തിന് പേര് കൊടുത്തിരിക്കുന്നത് ശങ്കരാചാര്യരാണ്. അപ്പൊ ആദ്യത്തെ അധ്യായത്തിന് പേര് കൊടുത്തത് അർജുന വിഷാദ യോഗം. അർജുനന്റെ വിഷാദത്തിന് കാരണം നമ്മൾ ഇനി അങ്ങോട്ട് പോകുമ്പോൾ ചർച്ച ചെയ്യും. യോഗം എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം ഞാൻ നേരത്തെ പറഞ്ഞു, യുഞ്ജതേ ഇതി യോഗ. അതായത് എന്താണോ ജീവാത്മാവിനെ പരമാത്മാവുമായിട്ട് യോജിപ്പിക്കുന്നത്, ബന്ധിപ്പിക്കുന്നത്, അതിനാണ് യോഗം എന്ന് പറയുന്നത്. അപ്പൊ ഈ ഭഗവത്ഗീതയിൽ ഓരോ അധ്യായത്തിന്റെയും പേരിന്റെ അവസാനം യോഗം ഉണ്ട്. അർജുന വിഷാദ യോഗം, കർമ്മയോഗം, ജ്ഞാനയോഗം, അതീന്ദ്രിയയോഗം, ഇങ്ങനെ ഓരോ എല്ലാത്തിന്റെ അവസാനം യോഗം. കാര്യം ഏതും ഭഗവാനെ, ഏതായാലും അത് ജ്ഞാനയോഗമായാലും കർമ്മയോഗമായാലും ധ്യാനയോഗമായാലും ഭക്തിയോഗമായാലും അത് നമ്മളെ ഭഗവാനുമായിട്ട് ബന്ധിപ്പിക്കാനുള്ളതാണ്. അപ്പൊ ആദ്യത്തെ അധ്യായത്തിന്റെ പേര് അർജുന വിഷാദ യോഗം. അപ്പം ധൃതരാഷ്ട്രരുടെ ചോദ്യം കേൾക്കുമ്പം ഈ ചോദിക്കാനുള്ള കാരണം, ധൃതരാഷ്ട്രനുള്ളില് ആ സമയത്ത് പല വിധത്തിലുള്ള വിചാരങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. യുദ്ധത്തിൽ ആര് ജയിക്കും എന്നുള്ളത് ഒരു ചിലപ്പോൾ തോന്നും ധൃതരാഷ്ട്രക്കൊന്നും പാണ്ഡവർ ജയിക്കും, അതിനുള്ള കാരണമുണ്ട്. ചിലപ്പോൾ തോന്നും കൗരവർ ജയിക്കും, എൻ്റെ മക്കൾ ജയിക്കും, അതിനുള്ള കാരണങ്ങളുണ്ട്. പാണ്ഡവർ ജയിക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ മക്കളെല്ലാം വധിക്കപ്പെടും. അപ്പൊ ആ ദുഃഖം എന്തുകൊണ്ടാണ് ധൃതരാഷ്ട്രയുടെ? ഒന്നാമത്തെ കാര്യം ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇതൊരു ധർമ്മക്ഷേത്രമാണ്. അതുകൊണ്ടാണ് ധൃതരാഷ്ട്ര ധർമ്മക്ഷേത്ര കുരുക്ഷേത്ര സമവേദ യുത്സവം. ഇതൊരു ധർമ്മക്ഷേത്രമാണ്. അവിടെ ധർമ്മം വിജയിക്കൂ. ധൃതരാഷ്ട്രർക്ക് അറിയാം പാണ്ഡവരുടെ ഭാഗത്താണ് ധർമ്മം, എന്റെ മക്കളുടെ ഭാഗത്ത് അധർമ്മമാണ്. 2, എവിടെ ഭഗവാൻ കൃഷ്ണനുണ്ടോ അവിടെ പരാജയം സംഭവിക്കില്ല. അതാണ് ലാസ്റ്റിൽ സഞ്ജയൻ പറഞ്ഞ എത്ര യോഗേശ്വര കൃഷ്ണ എത്ര പാർത്ഥോ ധനുർധര തത്ര ശ്രീ വിജയോ ഭൂതി ധ്രുവാദീതിർ മതിമമ. എവിടെ കൃഷ്ണനും എവിടെ അർജുനും ഉണ്ട് അവിടെ പരാജയം സംഭവിക്കില്ല. അപ്പൊ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം
മനസ്സിൽ ഇങ്ങനെ ആഗ്രഹിക്കുകയാണ്. പാണ്ഡവർ വലിയ ധർമ്മിഷ്ഠരാണ്. അവസാന നിമിഷം യുധിഷ്ഠിർ പിന്നെ ദ്രോണാചാര്യരെയും ഭീഷ്മരെയും തന്റെ മക്കളെയൊക്കെ കാണുമ്പം യുധിഷ്ഠിർ എന്നിട്ട് പറയും, യുദ്ധമൊന്നും വേണ്ട, ഞങ്ങൾ വീണ്ടും മനത്തിൽ പോയിക്കോളാം, നിങ്ങൾ ഇതെടുത്തെന്ന് പറഞ്ഞാലോ. 2, ദ്രോണാചാര്യയെ പോലെയും ഭീഷ്മൻ എന്ന് പറഞ്ഞാൽ ആലോചിക്കണം, സാക്ഷാൽ പരശുരാമനെ തോൽപ്പിച്ച വ്യക്തിയാണ്. യുദ്ധത്തിൽ ഭീഷ്മരെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല. ആ ഭീഷ്മർ എന്റെ കൂടെയുണ്ട്. ഭീഷ്മരെ കാണുമ്പോൾ അർജുനന് ഭീഷ്മരുടെ മേലിൽ അമ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയാകുമ്പോൾ നമ്മൾ ജയിക്കും. ഇനിയും പാണ്ഡവരെങ്ങാനും ജയിച്ചാലോ, കാര്യം കൂടെ കൃഷ്ണനുണ്ട്, ഭീമനുണ്ട്, അർജുനുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള വിചാരങ്ങള് ധൃതരാഷ്ട്ര ഉള്ളിൽ കൂടെ പോവാണ്. അവസാനം പുള്ളിക്ക് വേറെ ഒരു സംശയം, ഇത് ധർമ്മക്ഷേത്രമായതുകൊണ്ട് ഇനി എന്റെ മോന്റെ തല മാറിയാലോ, ഇതെല്ലാം കണ്ടിട്ട് ദുര്യോധനിട്ട് പറയാം എനിക്ക് വേണ്ട, ഞാൻ പോവാ. ഇങ്ങനെയുള്ള പല വികാരങ്ങളും ഉള്ളിയുടെ ഉള്ളിൽ കൂടെ കടന്നു പോകുന്നുണ്ട്. ഇതെല്ലാം സഞ്ജയിന് മനസ്സിലാകുന്നുണ്ട്. അതുകൊണ്ടാണ് ആദ്യം ഞാൻ പറഞ്ഞത്, സഞ്ജയ് എന്ന് പറഞ്ഞ വ്യക്തി ധൃതരാഷ്ട്ര മനസ്സിലുള്ള കാര്യങ്ങൾ പോലും ഗ്രഹിക്കാൻ കഴിവുള്ളവനായിരുന്നു. അപ്പൊ സഞ്ജയിന് മനസ്സിലായി ധൃതരാഷ്ട്ര ഉള്ളു പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ചോദിച്ചത് എന്താണ്, എന്റെ മക്കളും പാണ്ഡവരുടെ മക്കളും യുദ്ധത്തിനായി ഒരുങ്ങി നിന്ന ധർമ്മക്ഷേത്രമെന്ന കുരുക്ഷേത്രത്തിൽ എന്ത് ചെയ്തു എന്ന്. ഇവിടെ സഞ്ജയ് മറുപടി പറയുന്നത് എങ്ങനെയാണ്? 2ാമത്തെ ശ്ലോകത്തിൽ സഞ്ജയ് ഉവാച ദൃഷ്ടാതു പാണ്ഡവാനീകം വ്യൂഢം ദുര്യോധനസ്തദാ ആചാര്യ ഉപസംഗമ്യ രാജാ വചനം അബ്രവീത്. വളരെ സിമ്പിൾ സംസ്കൃതമാണ്. സഞ്ജയൻ പറഞ്ഞു എന്തുവാ, ദൃഷ്ടാതു പാണ്ഡവാനീകം, പാണ്ഡവസേനയുടെ വ്യൂഢ ഇത് കണ്ടിട്ട് രചന എന്താ പറഞ്ഞത്, ഈ സേനയെ നമ്മൾ വിന്യസിക്കുന്നത് കണ്ടിട്ട്, ദൃഷ്ടാതു കണ്ടിട്ട്, വ്യൂഢം കണ്ടിട്ട്, ദുര്യോധന സ്ഥല, അപ്പോൾ ദുര്യോധനൻ ചെന്നിട്ട് ആചാര്യ ഉപസംഗമ്യ, ആചാര്യന്റെ അടുത്ത്, ആചാര്യനാര് ദ്രോണാചാര്യന്റെ അടുത്ത് ചെന്നിട്ട് രാജാ വചനം അബ്രവീത്. രാജ എന്ന് പറഞ്ഞ ഇവിടെ ആര്യാ? അതാ ഏറ്റവും രസം. രാജ എന്ന് പറഞ്ഞാൽ ദുര്യോധനെയാണ്. ദുര്യോധൻ രാജാവല്ല, രാജാവ് ധൃതരാഷ്ട്രമാണ്. പിന്നെ എന്തുകൊണ്ടാണ് ദുര്യോധനെ രാജ എന്ന് വിളിച്ചത്? കാരണം ധൃതരാഷ്ട്ര ഉള്ളിൽ രാജാവ് ദുര്യോധൻ ഇപ്പൊ ആകാൻ പോയാലോ ആയാലോ എന്നൊരു ആഗ്രഹം, രാജാവായി ആ യുദ്ധം കഴിയുമ്പോൾ നമ്മൾ ജയിക്കും, രാജാവാകുന്ന ഒരു ചിന്ത വന്നല്ലോ. അപ്പൊ അതൊക്കെ കൊണ്ടാണ് രാജ വചനം എന്ന് പറഞ്ഞ വാക്കുകൾ അബ്രവീത് പറഞ്ഞു. എന്താ പറഞ്ഞതെന്ന് അടുത്ത ശ്ലോകത്തിൽ പറയാം. അപ്പൊ ഈ ശ്ലോകത്തില് സഞ്ജയൻ പറഞ്ഞത് പാണ്ഡവ സേനയെ കണ്ടിട്ട്, അത് ഇതിനകത്ത് തന്നെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. കൗരവ സേനയുടെ സേനാധിപൻ എന്ന് പറയുന്നത് ഭീഷ്മരാണ്. ഭീഷ്മർ സേനാ നായകനാണെങ്കിൽ പിന്നെ ആചാര്യന്റെ അടുക്ക പോയി പറഞ്ഞ എന്തിനാ? ദ്രോണാചാര്യന്റെ അടുക്ക പോയത് എന്തിനാ? കാരണം ദുര്യോധനന്റെ മനസ്സിൽ ഇപ്പോഴും ഭീഷ്മരെ പൂർണ്ണ വിശ്വാസമില്ല. കാരണം ഒന്ന്, ഭീഷ്മർക്ക് പാണ്ഡവരോട് അകമഴിഞ്ഞ സ്നേഹമുണ്ട്. കാര്യം കുട്ടിക്കാലത്തെ പിതാവ് നഷ്ടപ്പെട്ട കുട്ടികൾ എന്നുള്ള ഒരു സഹാനുഭൂതി. 2, പാണ്ഡവര് ധർമ്മത്തിൽ അധിഷ്ഠമായ ഒരു ജീവിതമാണ് നയിക്കുന്നത്. അവർക്ക് വൈരാഗ്യം, ഈർഷ്യ, ക്രോധം ഇതൊന്നുമില്ല. അവരെ നശിപ്പിക്കാൻ വേണ്ടി ദുര്യോധനാണ് എല്ലാം ചെയ്യുന്നത്. നമുക്കറിയാം, അത് വിഷം കൊടുത്തായാലും അരക്കില്ല തീയിട്ട് ഇതെല്ലാം അറിയാം. പക്ഷെ പാണ്ഡവരൊന്നും തിരിച്ചു ചെയ്തിട്ടില്ല. അതിനേക്കാൾ അന്ന് അവർക്ക് വേണമെങ്കിൽ എന്തും ചെയ്യാമായിരുന്നു. ഭീമനോ അർജുനോ ആ പ്രായത്തിലും കൗരവരെ വേണമെങ്കിൽ ഇല്ലാതാമക്കായിരുന്നു. പക്ഷെ അവർ ഒരിക്കലും അതിന് ഒരു റിട്ടാലിയേറ്റ് എന്താ പറഞ്ഞ പ്രതികാര ബുദ്ധിയോടെ അവരൊന്നും ചെയ്തിട്ടില്ല. അപ്പൊ ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും ഭീഷ്മ പിതാമഹന് ഇവരോട് അകമഴി, പ്രത്യേകിച്ച് അർജുനോട് അളവറ്റ ഒരു സ്നേഹമുണ്ടെന്നുള്ളത് ദുര്യോധനറിയാം. അതുകൊണ്ടാണ് ദുര്യോധനൻ ചെന്നിട്ട് ആചാര്യ ഉപസംഗമ്യ വചനം അബ്രവീത്, ആചാര്യന്റെ അടുത്ത് നിന്നിട്ട് ഇപ്രകാരം പറഞ്ഞു. ചെല്ലുന്നത് സേനാനായകന്റെ അടുക്കലല്ലേ. അതുപോലെ തന്നെ ആ യുദ്ധക്കളത്തില് ആ 18 അക്ഷൗണി സേനയാണുള്ളത്. 18 അക്ഷൗണി സേന എന്ന് പറയുന്നത് 11 അക്ഷൗണി സേന കൗരവരുടെ കൂടെയും 7 അക്ഷൗണി സേന പാണ്ഡവരുടെ കൂടെയും. ഒരു അക്ഷൗണി എന്ന് പറയുമ്പം 21,870 രഥങ്ങൾ, 21,870 രഥങ്ങള്, അതായത് 65,000 കുതിരപ്പട, 21,870 തേര്,
65,000 കുതിരപ്പട, 1,09,650 കാലാൽപ്പട. ഇത് ഒരക്ഷൗണിയിലാണ്. ഇൻറ്റു 18. അപ്പൊ എത്ര സേന അവിടെ ഉണ്ടായിരുന്നു ആലോചിച്ച് നോക്കണം. ഈ സേനയുടെ മുഖ്യൻ അന്ന് അവിടെ ഭീഷ്മപിതാമഹനാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ദുര്യോധന യാതൊരു റോളും ഇല്ല. കാര്യം ദുര്യോധന രാജാവും അല്ല, സേനാനായകനുമല്ല. പിന്നെ എന്തിനാണ് അവിടെ പോയിട്ട് ദ്രോണാചാര്യരോട് ഓരോന്ന് പറയാൻ തുടങ്ങി. എന്തൊക്കെയാ പറയുന്നത് നമുക്ക് പിന്നെ ചർച്ച ചെയ്യാവുന്നതാണ്. അപ്പൊ ആ 2ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞു, ദൃഷ്ടാതു പാണ്ഡവാനേകം വ്യൂഢം ദുര്യോധന ആചാര്യ ഉപസംഗമ രാജവചനം. എന്താ പറഞ്ഞത്? പശ്യതാം പാണ്ഡുപുത്രാണാം ആചാര്യ മഹതിം ചമും വ്യൂഢാം ദ്രുപദ പുത്രേണ തവ ശിഷ്യേണ ധീമത. ഇവിടെയാണ് ദുര്യോധന്റെ പൊളിറ്റിക്സ് നമുക്ക് മനസ്സിലാകുന്നത്. പശ്യതാം, കണ്ടോ, നോക്ക്. എന്താ? പാണ്ഡുപുത്രാണാം ആചാര്യ മഹതിം ചമം പാണ്ഡുവിന്റെ പുത്രന്മാര്, അല്ലയോ ആചാര്യ, അങ്ങയുടെ ശിഷ്യനും ബുദ്ധിശാലിയുമായ ദ്രുപദപുത്രൻ, അതായത് വ്യൂഢാം ദ്രുപദപുത്രേണ തവ ശിഷ്യേണ ധീമത. പാണ്ഡുപുത്രന്മാരുടെ സേനയെ നോക്ക്. ആ സേനയുടെ വ്യൂഢം രചിച്ചതാരാണ്? വ്യൂഹം നമ്മൾ വ്യൂഹം എന്ന് പറയത്തില്ല, പത്മവ്യൂഹം, അങ്ങനെ ഒരുപാട് വജ്രവ്യൂഹം, അങ്ങനെ പല വ്യൂഹമുണ്ട് യുദ്ധത്തില്, 5-6 വ്യൂഹമുണ്ട്. ആ വ്യൂഹം ചമിച്ചതാരാണ്? തവ പുത്രേണ, തവ ശിഷ്യേണ, നിങ്ങളുടെ ശിഷ്യൻ. ദ്രുപദപുത്ര എന്ന് മാത്രം പറഞ്ഞാൽ മതിയായല്ലോ. അവിടെ പറയുന്നത് ദ്രുപദപുത്രേണ തവ ശിഷ്യേണ, നിങ്ങളുടെ ശിഷ്യനാകുന്ന ദ്രുപദപുത്രൻ എന്ന് പറഞ്ഞ എന്തുകൊണ്ടാണ്? ഇതാണ് ദുര്യോധന്റെ പൊളിറ്റിക്സ്. അതായത് ആ ദ്രോണാചാര്യരുടെ ഉള്ളിൽ ചെറിയൊരു സോഫ്റ്റ് കോർണറെങ്കിലും പാണ്ഡവർക്ക് വേണ്ടി ഉണ്ടെങ്കിൽ അത് ഇല്ലാതാക്കുക. കാരണം ദ്രോണാചാര്യരുടെ ഏറ്റവും വലിയ ശത്രുവായിരുന്നു ദ്രുപദൻ. നമുക്കറിയാം, ദ്രുപദനൊക്കെ പിന്നെ സഹായം ചോദിച്ചെന്നപ്പം അടിച്ചിറക്കിയതും, പിന്നെ പാണ്ഡവര് പോയിട്ട് ദ്രുപദനെ കൊണ്ടുവന്നതും, ദ്രുപദന് ദ്രോണാചാര്യനെ വധിക്കാൻ പ്രാപ്തിയുള്ള ഒരു കുട്ടിയെ യജ്ഞത്തിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുക. അതാണ് ദ്രുപദപുത്രൻ എന്ന് പറയുന്നത്, ദൃഷ്ടുദ്യുമ്നൻ. അപ്പൊ ഇവിടെ തവ ശിഷ്യ എന്ന് പറഞ്ഞിട്ട് ഇത്രയൊക്കെ, അതായത് ദ്രുപദൻ യാഗത്തിലൂടെ ലഭിച്ച ഈ പുത്രൻ തന്നെ വധിക്കാൻ വേണ്ടിയിട്ടാണെന്ന് ദ്രോണാചാര്യർക്ക് അറിയാമായിരുന്നു. എന്നിട്ടും യുദ്ധത്തില്, അതായത് യുദ്ധം പഠിക്കാൻ വേണ്ടി വന്നപ്പം ആ യുദ്ധമുറകള് എല്ലാം ദ്രോണാചാര്യര് ദ്രുപദപുത്രനെ ദൃഷ്ടുദ്യുമ്നന് പറഞ്ഞു കൊടുത്തു, പഠിപ്പിച്ചു കൊടുത്തു. അത് ഇപ്പം നിനക്ക് തന്നെ വിനയായി വന്നിരിക്കുന്നുണ്ട്. അവനാണ് ഈ വ്യൂഹം രചിച്ചിരിക്കുന്നത്. പാണ്ഡുപുത്രന്മാരുടെ സേനയുടെ വ്യൂഹം നിർമ്മിച്ചത് നിങ്ങളുടെ ശിഷ്യനാണ്. ആ ശിഷ്യൻ വേറെ ആരുമല്ല, നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രുവായ ദ്രുപദന്റെ പുത്രനാണ്. മണ്ഡലമല്ലേ അന്ന് കാണിച്ചത് എന്ന് ഇൻഡയറക്റ്റ്ലി ദുര്യോധനൻ ദ്രോണാചാര്യരോട് ചോദിക്കുകയാണ്. എന്തിനാ ചോദിക്കുന്നത്? ദ്രോണാചാര്യരുടെ ഉള്ളിൽ അല്പമെങ്കിലും മമത പാണ്ഡുപുത്രന്മാരോടുണ്ടെങ്കിൽ, പാണ്ഡവരോടുണ്ടെങ്കിൽ അതും കൂടി ഇല്ലാതാക്കണം. അത്ര ശൂര മഹേശ്വാസ ഭീമാർജുന യുധാനോ വിരാട മഹാരഥ. ഇവിടെ അതായത് ആ സേനയുള്ള പ്രമുഖന്മാരുടെ വിവരങ്ങൾ അങ്ങോട്ട് പറഞ്ഞു കൊടുത്തിരിക്കുകയാണ്. ഭീമാർജുനന്മാരോട് കിടന്നു നിൽക്കുന്ന യുധാൻ, വിരടാൻ, ദ്രുപദൻ, ദൃഷ്ടകേതു, ചേകിതാൻ, കാശിരാജാവ്, കൂടാതെ യുധാമന്യു, ഉത്തമജോസു, സുഭദ്രപുത്രൻ എന്ന് പറയുന്നത് ആരാ? സുഭദ്രപുത്രൻ ഉത്തരയുടെ ഭർത്താവ്, പേര് പെട്ടെന്ന്. അപ്പൊ ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പം പെട്ടെന്ന് ദുര്യോധനന് തോന്നി, ഞാൻ ഈ പാണ്ഡുസേനയുടെ മഹത്വം പറയുമ്പോൾ എൻ്റെ കൂടെയുള്ളവർക്ക് വിഷമം തോന്നിയില്ല. പിന്നെ പുള്ളി സ്വന്തം സേനയെക്കുറിച്ചാണ് പറയുന്നത്. സ്വന്തം സേനയെക്കുറിച്ച് കുറെ 8-9 ശ്ലോകങ്ങളെല്ലാം സ്വന്തം സേനയിൽ ആരൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് 10ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞു, അപര്യാപ്തം തദസ്മാഹം ബലം ഭീഷ്മാഭിരക്ഷിതം. ഭീഷ്മരാൽ രക്ഷിക്കപ്പെടുന്ന നമ്മളുടെ സേന. അപര്യാപ്തം ദിതമേദേശം ബലം ഭീമാഭിരക്ഷിതം. ഭീമനാൽ രക്ഷിക്കപ്പെടുന്ന പാണ്ഡവ. നമുക്ക് ഇതിൽ ഓരോ വാക്കും ദുര്യോധന്റെ മനസ്ഥിതി നമുക്ക് മനസ്സിലാക്കാം. ആ സേന, അത് പാണ്ഡവ സേനയുടെ സേനാധിപൻ എന്ന് പറഞ്ഞത് ദൃഷ്ടുദ്യുമ്നാണെന്ന് പറഞ്ഞു ആദ്യം. ദൃഷ്ടുദ്യുമ്നാണെങ്കിലും ആ സേനയിലെ ഏറ്റവും വില്ലാളി വീരനായ യോദ്ധാവ് അർജുനാണ്. പക്ഷെ ഇവിടെ പറയുന്നതാണ് ഭീമാഭിരക്ഷിതം.
കാര്യം ഭീമന്റെ പേരാണ്, ഭീമനാൽ രക്ഷിക്കപ്പെടുന്ന പാണ്ഡവസേന എന്ന് പറഞ്ഞത്. ഭീമന്റെ റോളല്ല അവിടെ ഉള്ളത്. അർജുനനുണ്ട്, കൃഷ്ണനുണ്ട്, പിന്നെ സേനാനായകനായിട്ട് ദൃഷ്ടദ്യുമ്നനുണ്ട്. പക്ഷെ പറയുന്ന പേരാരുടെ? ഭീമനാണ്. കാരണം ഭീമനോടുള്ള ആ പക ദുര്യോധനുള്ളത്, ആ പകയാണ് ഇവിടെ കാണിക്കുന്നത്. അതായത് നമ്മളുടെ സേന പര്യാപ്തമാണ്, അവരുടെ സേന അപര്യാപ്തമാണ്. അത് കഴിഞ്ഞ് ഇതെല്ലാം പറയുന്ന ആരോടാണ്? ആചാര്യനോടാണ് പറഞ്ഞത്, ദ്രോണാചാര്യോട്. അപ്പൊ ഭീഷ്മക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നാതിരിക്കാൻ വേണ്ടി അത് ഭീഷ്മക്ക് എന്നോട് അതിനുവേണ്ടി എന്ത് ചെയ്യും പുള്ളി പറയുന്നത് 11ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞത്, അയനേഷു ച സർവേഷു യഥാഭാഗം അവസ്ഥിത ഭീഷ്മാവ അഭിരക്ഷന്തു ഭവന്ത സർവ ഏവഹി. അതായത് ഈ യുദ്ധക്കളത്തിൽ നിങ്ങൾ ഓരോ തന്ത്രപ്രധാനമായ സ്ഥാനത്ത് നിന്നുകൊണ്ട്, മർമ്മസ്ഥാനത്ത് ഉറച്ചു നിന്നുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും ഭീഷ്മ പിതാമഹന് പരിപൂർണ പിന്തുണ നൽകണം. അദ്ദേഹത്തിനെ ശ്രദ്ധിച്ചോണം, അദ്ദേഹത്തിനെ നോക്കിക്കോണം, അദ്ദേഹത്തിനൊരു കുറവും വരരുത്. അതായത് ഇവിടെ ഈ ചപ്പലൂസി എന്ന് പറയും നമ്മൾ ഹിന്ദിയിൽ, മലയാളത്തിൽ എന്താ പറയുന്നത്, ഐസിങ് എന്നൊക്കെ പറയത്തില്ലേ. അതായത് ഇത്രയും നേരം ഞാൻ ദ്രോണാചാര്യർ ഇതൊക്കെ പറഞ്ഞതുകൊണ്ട് ഭീഷ്മ പിതാമഹന് മറിച്ചൊന്നും തോന്നരുത്. അതുകൊണ്ട് അത്രയും നേരം പറഞ്ഞതിന് ശേഷം ഇടയ്ക്കൊരു ചപ്പലൂസി അല്ലെങ്കിൽ ഒരു സോപ്പിംഗ്. അത് നിങ്ങൾ ഓരോ ഈ മഹാനായ യോദ്ധാക്കൾ നിൽക്കുന്ന അവരോടാണ് പറയുന്നത്, നിങ്ങൾ കുറച്ച് ഈ ഭീഷ്മപിതാവിന് പിന്തുണ കൊടുത്തുകൊള്ളണം. ഇതെല്ലാം മനസ്സിലായി ആർക്ക്? ഭീഷ്മർക്ക്. അദ്ദേഹം സാധാരണ വ്യക്തിയല്ലല്ലോ, സാധാരണ മനുഷ്യനല്ല. അദ്ദേഹം എന്ത് ചെയ്തു? തസ്യ സംജനേൻ ഹർഷം കുരുവൃദ്ധ പിതാമഹ സിംഹനാഥം വിനദ്യോച്ചേ ശങ്കം ദത്മു പ്രതാപവാൻ. അപ്പോൾ പരാക്രമിയും കുരുപിതാഹുവിന ഭീഷ്മർ ദുര്യോധൻ ആഹ്ലാദം ജനിപ്പിക്കുമാറ് സിംഹഗർജനം പോലുള്ള ശബ്ദം ഉണ്ടാക്കിക്കൊണ്ട് തന്റെ ശങ്കെടുത്തൂതി. അതായത് നീ പേടിക്കണ്ട, ഞാൻ നോക്കിക്കോളാം, നീ സമാനമായിട്ട് പോയി നിന്റെ തേരിലിരുന്നു എന്ന് ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞുകൊണ്ട് ഭീഷ്മപിതാൻ തന്റെ ശങ്കെടുത്ത് ഊതി. അത് കഴിഞ്ഞ് പറയുന്നത് അങ്ങനെ കൗരവരിൽ പലരും ശങ്കെടുത്തൂതി. ആരുടെയും പേരെടുത്ത് പറയുന്നില്ല, ഭീഷ്മപിതാഹരുടെ ഒഴിച്ച്. പക്ഷേ അത് കഴിഞ്ഞ് പാണ്ഡവരുടെ പറയുമ്പം ഏറ്റവും, അതായത് സഞ്ജയനെ നമ്മൾ മനസ്സിലാക്കേണ്ട ഇവിടെ. സഞ്ജയൻ ആരംഭിക്കുന്ന എവിടുന്നാണ്? പാഞ്ചജന്യം ഋഷികേശൻ ഭഗവാൻ പാഞ്ചജന്യം. അപ്പൊ അത് പാണ്ഡവരുടെ പറയുമ്പോൾ അർജുനനിലോ ഭീമനിലോ യുധിഷ്ഠിരനിലോ അല്ല തുടങ്ങുന്നത്, ഋഷികേശൻ ഭഗവാനിലാണ്. പാഞ്ചജന്യം ഋഷികേശോ ദേവദത്തം ധനഞ്ജയ പൗണ്ഡ്രൻ ദത്മോ മഹാശങ്കം ഭീമകർമ്മ വൃഗോദര. അതായത് കൃഷ്ണ ഭഗവാൻ പാഞ്ചജന്യം ശങ്കൂതി, അർജുനൻ ദേവദത്തം, അതായത് ദുഷ്കർമ്മങ്ങളിൽ മുന്നിൽ നിൽക്കുന്നതും ഭോജനപ്രിയന ഭീമൻ പൗണ്ഡ്രം എന്ന ശംഖവും മുഴക്കി. മഹാശംഖം എന്നാണ് ഭീമന്റെ ശംഖിന് പറഞ്ഞിരിക്കുന്നത്. മഹാശംഖം എന്ന് പറഞ്ഞാൽ ശബ്ദം കേട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യർ ഭയന്ന് മലമൂത്ര വിസർജനം പോലും ചെയ്യുമായിരുന്നു. ഇവിടെ ഭീമനെ വിളിച്ചിരിക്കുന്നത് ഭീമകർമ്മ എന്ന് പറഞ്ഞാൽ ഭീമന്റെ പേരല്ല, ഭയാനകമായ കർമ്മം ചെയ്യുന്ന ഭീമനെ വിളിച്ചിരിക്കുന്നത് വൃഗോദര എന്ന് പറഞ്ഞാൽ ബൃഹത്തായ ഉദരത്തോടു കൂടിയവൻ, എല്ലാം ദഹിപ്പിക്കാനുള്ള ശക്തിയുള്ളവൻ. അപ്പൊ ഇവിടെ കൗരവരുടെ ശംഖമേളത്തിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ആരുടെയും ശംഖിന്റെ പേരോ അല്ലെങ്കിൽ പേരെടുത്തോ പറഞ്ഞില്ല. അവര് പറഞ്ഞത് തഥശങ്കാച്ച പേരിച്ച പാണവന ഗോഹും, അങ്ങനെ പലരും അതിനകത്തുള്ള ശംഖ, ചണ്ട, മേളം, കാകളൊക്കെ മുഴക്കുന്നത്. പക്ഷെ പാണ്ഡവരുടെ പറഞ്ഞപ്പോൾ ആദ്യം പറയുന്നത് സാക്ഷാൽ ഭഗവാന്റെയാണ്. പാഞ്ചജന്യം ഋഷികേശം ദേവദത്തം ധനഞ്ജയൻ എന്ന് പറഞ്ഞാൽ അർജുനന്റെ ശംഖന്റെ പേരാണ് ദേവദത്തം. അത് കഴിഞ്ഞ് ഭീമന്റെ എന്താ പറഞ്ഞത്? മഹാശങ്കം ദത്മു മഹാശങ്കം ഭീമകർമ്മ വൃഗോദര. അതായത് ഭീമന്റെ ശങ്കന്റെ പേര് പൗണ്ഡ്രം. അത് കഴിഞ്ഞ് പിന്നെ 3 ശ്ലോകങ്ങളായിട്ട് ഓരോ, അതായത് അനന്ത വിജയം രാജ കുന്തിപുത്ര യുധിഷ്ഠ നകുല സഹദേവച്ച സുഘോഷണ പുഷ്പ, എല്ലാവരുടെയും പേര് പറഞ്ഞിട്ട് ഓരോ ശങ്കിന്റെയും പേര് പറയുകയാണ്. അപ്പൊ ശംഖിന്റെ എല്ലാം പേര് പറഞ്ഞ് എല്ലാം അത് കഴിഞ്ഞപ്പോൾ ഈ ശംഖനാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് 2 സേനകൾ തമ്മിൽ ഏറ്റുമുട്ടോ ശംഖനാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ബോക്സിംഗ് റൗണ്ടിലൊക്കെ റഫറി വിസിൽ മുഴുക്കി കഴിഞ്ഞാൽ പിന്നെ അവിടെ വർത്തമല്ല, പിന്നെ ഇടിയല്ലേ. അതേപോലെ തന്നെ ശംഖ് മുഴക്കി കഴിഞ്ഞാൽ പിന്നെ സംസാരമൊന്നുമില്ല. അപ്പൊ ഈ ഒരു കാര്യം കൂടെ പറഞ്ഞ് നമുക്ക് ഇന്ന് നിർത്താം. അതായത് കുരുക്ഷേത്ര യുദ്ധത്തിനെ കുറിച്ച് പറയുമ്പം പലരും പറയുന്ന കാര്യമുണ്ട് കൃഷ്ണനെ കുറ്റപ്പെടുത്തിക്കൊണ്ട്. അത് നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കണം, ഭക്തരായിട്ടുള്ളവരെല്ലാം അറിഞ്ഞിരിക്കണം. ഒന്ന്, കർണനെ ചതിയിലൂടെ കൊന്നു, ഭീഷ്മരെ ചതിയിൽ കൂടെ കൊന്നു,
ദ്രോണാചാര്യരെ ചതി കൊണ്ട് കൊന്നു. ഇങ്ങനെ പല വിധത്തിൽ പറയാറുണ്ട്. അത് നമ്മൾ അറിഞ്ഞിരിക്കണം എന്ന് പറഞ്ഞാൽ വളരെ അത്യാവശ്യമാണ്. യുദ്ധത്തിന് തൊട്ടു മുമ്പായിട്ട് കുറച്ച് എഗ്രിമെന്റ് ഉണ്ടാക്കിയായിരുന്നു, യുദ്ധ നിയമങ്ങൾ ഉണ്ടാക്കിയായിരുന്നു. അന്ന് അപ്പുറത്തുനിന്ന് കൗരവരും ഇവിടെ നിന്ന് പാണ്ഡവരുടെയും വലിയ ആൾക്കാരെല്ലാം കൊണ്ട് ചേർന്നിട്ട് യുദ്ധ നിയമം ഉണ്ടാക്കി. അതിൽ ആദ്യത്തെ യുദ്ധമായിരുന്നു. യുദ്ധം സൂര്യാസ്തമയത്തോട് തുടങ്ങും, സൂര്യാസ്തമയത്തിന് ശേഷം തീരും, സൂര്യാസ്തമയത്തോടെ തീരും. അത് കഴിഞ്ഞ് സൗഹൃദം വരെ അവർ പരസ്പരം അവർ ടെന്റിലായിരുന്നു. ആ ടെന്റിൽ പരസ്പരം പോയിട്ട് സംസാരിക്കാറുണ്ടായിരുന്നു. ദുര്യോധനെ കഴിഞ്ഞാൽ അർജുനൻ തൊഴുമായിരുന്നു, അർജുനെ കണ്ടു കഴിഞ്ഞാൽ ദുര്യോധൻ തൊഴുമായിരുന്നു. എന്തുണ്ട് അർജുന വിശേഷം, എന്തുണ്ട് ദുര്യോധന വിശേഷം, ഇങ്ങനെയൊക്കെ സംസാരിക്കുമായിരുന്നു. ഒരു നിയമം. 2, പരിക്കേറ്റവരെ, ആയുധം കൊണ്ടുവരുന്നവരെ, വെള്ളം കൊണ്ടുവരുന്നവരെ, കീഴടങ്ങിയവരെ വധിക്കാൻ പാടില്ല. ഒരു യോദ്ധാവുമായിട്ട് ഒന്നിൽ കൂടുതൽ ആൾക്കാർ യുദ്ധം ചെയ്യാൻ പാടില്ല. 2 പേര് തമ്മിൽ യുദ്ധം ചെയ്യുമ്പോൾ മൂന്നാമതൊരാൾ എന്ന് മറ്റൊരാളിനെ ആക്രമിക്കാൻ പാടില്ല. ആയുധമില്ലാത്തവരെ ആക്രമിക്കാൻ പാടില്ല. ശരണം പ്രാപിച്ചവരെ ആക്രമിക്കാൻ പാടില്ല. അങ്ങനെ പല നിയമങ്ങളുണ്ടായിരുന്നു. ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ഈ യുദ്ധം തുടങ്ങുന്ന മുമ്പ് ഈ സേനയിൽ നിന്ന് അപ്പുറത്ത് പോകണമെങ്കിൽ, അപ്പുറത്തുനിന്ന് ഇപ്പുറത്ത് വരണമെങ്കിൽ അതിനുള്ള അനുവാദം ഉണ്ടായിരുന്നു. ഒപ്പം ഏറ്റവും മഹത്വമായ ഒരു കാര്യം യുധിഷ്ഠിരൻ പറയുന്നുണ്ടായിരുന്നു. എപ്പോഴെങ്കിലും ഈ ധർമ്മം നിങ്ങൾ ഭേദിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ പറഞ്ഞ നിയമങ്ങൾ ആർക്കും ബാധകമായിരിക്കില്ല. പിന്നെ ധർമ്മയുദ്ധമായിരിക്കില്ല, അത് അധർമ്മയുദ്ധമായി മാറും. ഇവിടെ 2 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഒന്ന്, യുദ്ധം, ഇവിടെ ധർമ്മയുദ്ധമാണ് നടക്കുന്നത്. നമ്മളുടെ ശാസ്ത്രത്തില് 5 മഹാപാപങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആരെങ്കിലും വീടിന് തീ വെക്കുന്നത്, മൂർച്ചയേറിയ ആയുധം കൊണ്ട് ആക്രമിക്കുന്നത്, വിഷം കൊടുക്കുന്നത്, അന്യന്റെ ഭാര്യയെ ബലാത്കാരം ചെയ്യുന്നത്, 5 അന്യന്റെ പ്രോപ്പർട്ടി കൈയടക്കുന്നു. ഈ 5 പേരും 5 ഏതെങ്കിലും ഒന്ന് ചെയ്താൽ പോലും വധിക്കപ്പെടാൻ യോഗ്യനാണ്. ഇവിടെ ആദ്യം അവർ ചെയ്ത തെറ്റെന്ന് പറഞ്ഞാൽ അഭിമന്യുവിനെ വധിക്കാൻ, അതായത് അർജുനന്റെ പുത്രൻ അഭിമന്യുവിന് 16 വയസ്സേ ഉള്ളെന്ന്. ഈ അഭിമന്യുവിനെ വധിക്കാൻ കഴിയാത്ത, അഭിമന്യു കയറി ശരിക്കും അങ്ങ് മേഞ്ഞു കഴിഞ്ഞിട്ട് അഭിമന്യു ഒറ്റയ്ക്ക് യുദ്ധം ചെയ്യിക്കുമെന്ന് തോന്നിയ നിമിഷങ്ങൾ പോലും ഉണ്ടായപ്പോൾ 6 മഹാരഥികൾ, അതായത് ശകുനി, ജയദ്രഥൻ, ദ്രോണാചാര്യര്, ദുര്യോധന, ദുശാസനൻ, 6 മഹാരഥികൾ ഒന്നിച്ചു ചേർന്നിട്ടാണ് അഭിമന്യുവിനെ വധിക്കുന്നത്. അവിടെ വെച്ച് തന്നെ ആ യുദ്ധത്തിന്റെ ധർമ്മങ്ങൾ ഇല്ലാതായി. ധർമ്മയുദ്ധത്തിൽ ആദ്യം അധർമ്മം ചെയ്തത് കൗരവരാണ്. അത് കഴിഞ്ഞപ്പോൾ തന്നെ പിന്നെ ആ നിയമങ്ങളില്ലാതെ. 2, നിങ്ങളൊന്ന് ആലോചിക്കുക, നമ്മൾ താമസിക്കുന്ന പട്ടണത്തിൽ ഒരു കൊടും ഉഗ്രവാദി വന്നു. TV-യിലും റേഡിയോയിലൊക്കെ വരികയാണ്, നിങ്ങൾ വെളിയിൽ ഇറങ്ങുന്ന ചോദിച്ചുകൊണ്ട് കൊടും ഉഗ്രവാദി നമ്മളുടെ പട്ടണത്തിൽ വന്നു. ഒരു പോലീസ് ഓഫീസർ ഈ ഉഗ്രവാദിയെ തെരഞ്ഞു അല്ലെങ്കിൽ ഒരു കമാൻഡോ ഉഗ്രവാദിയെ തെരഞ്ഞെന്ന് കണ്ടു, സ്പോട്ട് ചെയ്തു, ഇന്നകത്തിരിക്കുന്നു. ഈ പോലീസ് ഓഫീസർ അല്ലെങ്കിൽ പട്ടാളക്കാരൻ അല്ലെങ്കിൽ കമാൻഡോ ഏതെങ്കിലും ഒരു മതിലിനും മരത്തിനും മറഞ്ഞു നിന്നുകൊണ്ട് ആ ഉഗ്രവാദിയെ വെടിവെച്ച് കൊന്നു കഴിഞ്ഞാൽ ആ പോലീസ് ഓഫീസർക്ക് മെഡൽ കിട്ടുമോ, ശിക്ഷ കിട്ടുമോ? തീർച്ചയായിട്ടും മെഡൽ കിട്ടും. കാരണം എന്താ? ആ വ്യക്തി വധിക്കപ്പെടാൻ അർഹനാണ്. കാരണം അവന് ടെററിസ്റ്റാണ്. ഇവിടെ ഞാൻ പറഞ്ഞ പോലെ 5 മഹാപാപം ചെയ്ത ഏതെങ്കിലും 5 മഹാപാപത്തിൽ ഏതെങ്കിലും ഒരു പാപം ചെയ്ത വ്യക്തി വധിക്കപ്പെടാൻ അർഹനാണ്. ഇത് 5ഉം ചെയ്തതായിരുന്നു പാണ്ഡവര്. ഭീമന് വിഷം കൊടുത്തു, അരക്കല്ലത്തിന് തീയിട്ടു, ദ്രൗപദി അവരുടെ പത്നിയെ ആക്രമിക്കാൻ ശ്രമിച്ചു, വനവാസ സമയത്ത് അവരെ ആക്രമിക്കാൻ പോയി, 5 അവരുടെ പ്രോപ്പർട്ടി അപഹരിച്ചു വെച്ചു, ഇന്ദ്രപ്രസ്ഥം. അപ്പൊ ഇതിന് 5നും കൂട്ടുനിന്ന വ്യക്തിയാണ് കർണൻ. കർണന് ശിക്ഷിക്കപ്പെടാൻ കർണനാണ് ദുര്യോധനോട് പറയുന്നത് 5 പേരുടെ പത്നി എന്ന് പറഞ്ഞ അവള് വേശ്യാണ്, പിടിച്ചുകൊണ്ട് വാ അവളെ തുണിയിൽ, എന്നിട്ട് ഇവിടെ സഭയിൽ വെച്ച് വസ്ത്രാക്ഷമം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്, ദുര്യോധനെ പ്രേരിപ്പിക്കുന്നത് കർണനാണ്. അത്രയും അപരാധിയായ ഒരു കർണൻ എങ്ങനെ വധിച്ചു എന്നുള്ളതല്ല, കാരണം അവൻ വധിക്കപ്പെടാൻ യോഗ്യനായിരുന്നു.
അവനെ വധിച്ചില്ലെങ്കിൽ സമൂഹത്തിൽ തെറ്റായ ഒരു സന്ദേശം പോകും. അതായത് കയ്യൂക്കുള്ളവൻ കാര്യക്കാരനുള്ള തെറ്റായ സന്ദേശം സമൂഹത്തിൽ പോകുമായിരുന്നു. കൗരവപക്ഷത്തുള്ള ഓരോരുത്തരും വധിക്കപ്പെടാനുള്ള പ്രത്യേക കാരണങ്ങളുണ്ട്. ദ്രോണാചാര്യൻ ഭീഷ്മരും വധിക്കപ്പെടാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഏത് സമയത്ത് കൗരവ സഭയിൽ വെച്ച് ദ്രൗപദി, കൃഷ്ണന്റെ ഏറ്റവും വലിയ ഭക്തിയായ, നിഷ്കളങ്കയായ, പതിവ്രതയായ ദ്രൗപദി ആക്ഷേപിക്കപ്പെട്ടോ അപമാനിക്കപ്പെട്ടോ അതേ സമയത്ത് തന്നെ അവർ വധിക്കപ്പെടാൻ അർഹരായിരുന്നു. പക്ഷെ പാണ്ഡവരാരെ വധിക്കാഞ്ഞത് അവർക്കറിയാമായിരുന്നു, ഇത് കൃഷ്ണന്റെ പദ്ധതിയാണ്, സമയമാകുമ്പോൾ വധിക്കപ്പെടുമെന്ന്. ഇല്ലെങ്കിൽ അതേ സമയത്ത് കർണനോ അർജുനോ അവരുടെ തല പിളർന്നേനെ. അപ്പൊ ഇവർ ഓരോരുത്തരും ഏതൊരെല്ലാം വ്യക്തികള് കുരുക്ഷേത്ര ഭൂമിയിൽ വധിക്കപ്പെട്ടോ, അത് ചതിയിലൂടായിട്ട് നേരിട്ടായിട്ട് എങ്ങനെയായിട്ട്, അതിന് കാരണം അവരെല്ലാം അധർമ്മത്തിന് കൂട്ടുനിന്നവരായിരുന്നു. അധർമ്മികളെ എങ്ങനെ വധിക്കുന്നു എന്നുള്ളത് അവിടെ ഒരു പ്രധാന വിഷയമേ അല്ല. അവർ വധിക്കപ്പെടാൻ യോഗ്യരാണെങ്കിൽ വധിക്കപ്പെട്ടിരിക്കും. ഇത് നമ്മളും മനസ്സിലാക്കണം. അധർമ്മമായിട്ട് ഏതൊരു വ്യക്തി അധർമ്മത്തിന് കൂട്ടു നിൽക്കുന്നു, അധർമ്മമായിട്ട് ജീവിക്കുന്നു, ആ വ്യക്തിക്ക് കാലം ശിക്ഷ തന്നിരിക്കും. മനോഹരമായൊരു ശ്ലോകമുണ്ട്, ഞാനത് കേൾപ്പിക്കാൻ നോക്കാം. ഒരു മിനിറ്റ്. വളരെ എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു ശ്ലോകമാണ്. ഒരു മിനിറ്റ് ശ്രമിക്കണേ. പഞ്ചതന്ത്ര കഥയിലൊരു ശ്ലോകമാണ്. യഥാ തേനു സഹസ്രേഷു, യഥാ എപ്രകാരം ധേനു പശു, സഹസ്രേഷു ആയിരക്കണക്കിന്, വത്സോ വിന്ദതി മാതരം. വത്സോ എന്ന് പറഞ്ഞാൽ പശുക്കിടാവ്, വിന്ദതി മാതരം തന്റെ അമ്മയെ, മാതരം അമ്മയെ കണ്ടുപിടിക്കുന്നു. തഥാ പുരാകൃത കർമ്മം, അതേപോലെ നമ്മളുടെ ദുഷ്കർമ്മങ്ങൾ, നേരത്തെയുള്ള ദുഷ്കർമ്മങ്ങൾ, കർത്താരം അനുഗച്ഛതി, അത് സ്വന്തം ഏതൊരു വ്യക്തിയാണോ ചെയ്തത് ആ വ്യക്തിയെ പിന്തുടർന്നുകൊണ്ടേയിരിക്കും. അതായത് എപ്രകാരമാണോ ആയിരക്കണക്കിന് പശുക്കൾക്കിടയിൽ നിന്നും ഒരു പശുക്കിടാവ് സ്വന്തം അമ്മയെ കണ്ടെത്തുന്നത്, അപ്രകാരം പൂർവകൃത കർമ്മ ഫലങ്ങള് സ്വന്തം കർത്താവിനെ അനുഗമിച്ചിരിക്കും. പറഞ്ഞതിന്റെ അർത്ഥം, അധർമ്മം നമ്മൾ ചെയ്താൽ അത് ഏത് വിധത്തിലായിക്കോട്ടെ, എപ്രകാരമായിക്കോട്ടെ, അതിനൊരു ഫലം സുനിശ്ചിതമാണ്. അത് നമ്മളെ പിന്തുടരും, അതിന് യാതൊരു സംശയമില്ല. അത് ദ്രോണാചാര്യരായാലും ഭീഷ്മരായാലും യുധിഷ്ഠിരായാലും കർണനായാലും ആരായാലും ശരി, അതിന്റെ ഫലം അവർക്ക് കിട്ടിയിരിക്കും. അപ്പൊ നമ്മുടെ ആദ്യത്തെ അധ്യായത്തിന്റെ 15-16 ശ്ലോകങ്ങൾ നമ്മൾ ഇതുവരെ എടുത്തുള്ളൂ. ബാക്കി നമുക്ക് അടുത്ത ആഴ്ച ചർച്ച ചെയ്യാം. 20 ശ്ലോകം വരെയായി. അപ്പം അടുത്ത 2 ക്ലാസ് കൊണ്ട് 3 ക്ലാസ് കൊണ്ട് നമുക്ക് ആദ്യത്തെ അധ്യായം കവർ ചെയ്യാം. ഞാൻ കുറച്ച് ഫാസ്റ്റായിട്ടാണോ പോകുന്നതെന്ന് നിങ്ങൾ പറയണം. മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സ്ലോ ചെയ്യാം. അത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതിയിട്ടാൽ മതി. എൻ്റെ ഉദ്ദേശം പറഞ്ഞത് ഇത് ഒരു 30-40 ക്ലാസ് കൊണ്ട് തീർന്നു കഴിഞ്ഞാൽ നമുക്ക് ഭാഗവതം സ്റ്റാർട്ട് ചെയ്യാമായിരുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് ഇവിടെ നിർത്താം. എല്ലാവർക്കും ഒത്തിരി നന്മകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. ഹരേ കൃഷ്ണ.